ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവർക്കും ഒത്തിരി പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്തിട്ട് ഫ്ലോപ്പായി പോയവർക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റേഷൻ കട പച്ചരിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ പച്ചരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി 2 കപ്പ് പച്ചരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. അപ്പോൾ ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ലാസ്റ്റ് മാവ് അരയ്ക്കാൻ എടുക്കുന്നതും. അപ്പോൾ 4 കപ്പ് വെള്ളം വെച്ചിട്ട് ഒരു 4 തൊട്ട് 5 മണിക്കൂർ വരെ നമുക്ക് കുതിരാൻ വയ്ക്കാം. അപ്പം ഞാൻ അരി കുതിരാനിട്ടിട്ട് ഒരു 5 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഈ അരി നമുക്കൊരു മിക്സി ജാറിലോട്ടിട്ട് അരച്ചു കൊടുക്കാം. അപ്പോൾ എനിക്ക് 2 കപ്പ് അരിയല്ലേ ഇട്ടിരുന്നുള്ളൂ. അപ്പം മിക്സിയുടെ ജാറിൻ്റെ വലിയ ജാറാണ്, അതുകൊണ്ട് എനിക്കിത് ഒരൊറ്റ പ്രാവശ്യം അരയ്ക്കാനുള്ളൂ. അരി മാത്രം കേട്ടോ. അപ്പോൾ ഈ അരി മുഴുവനും വാരി ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുന്നത് നോക്കിക്കോളാം. നമ്മൾ അപ്പത്തിനൊക്കെ ഒഴിക്കുന്ന കരണ്ടിയില്ലേ, അതിന് 2 കപ്പ് വെള്ളം മതി. ഞാനിപ്പോൾ 3 കപ്പ് വെള്ളം വെച്ചതായിരുന്നു, പക്ഷേ അത് എനിക്ക് കൂടിപ്പോയി. അപ്പോൾ ഞാൻ അത് തിരിച്ചെടുത്തു 1 കപ്പ്. അപ്പോൾ 2 കപ്പ് വെള്ളം മതിയാവും. അപ്പോൾ അരി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ മാവ് പുളിക്കാൻ വെക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കുവാണ്. ഇനി ഇതിൽ നിന്ന് 1 കരണ്ടി മാവ് എടുക്കുകയാണ്. 1 അല്ല 1.5 കരണ്ടി മാവ് എടുക്കുന്നുണ്ട്. ഇനി ഈ മാവ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഒരു 2.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരി കുതിരാൻ വെച്ച വെള്ളം തന്നെയാണ് എല്ലാത്തിനും ചേർത്ത് കൊടുക്കുന്നത്. ഇനി തീ കുറച്ചിട്ട് നമുക്ക് ഈ മാവൊന്ന് നല്ലോണം കുറുക്കിയെടുക്കാം. അപ്പം മാവ് നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കപ്പി കാച്ചുക എന്നാണ് ഇത് പറയുന്നത്. അപ്പോൾ എല്ലാ വീടുകളിലും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ടകളുണ്ടെങ്കിൽ അവിടെ കിടന്നോട്ടെ. നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ അത് നല്ലോണം അങ്ങ് അരഞ്ഞോളും. അപ്പം നല്ലോണം അത് ചൂടാറിയിട്ടുണ്ട്. ചൂടാറിയ ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരി എടുത്ത കപ്പിന് 1/2 കപ്പ് തേങ്ങ, 3/4 കപ്പ് തേങ്ങയോടെ ചേർത്ത് കൊടുക്കാം. 1 മുറി തേങ്ങ മുഴുവനായിട്ടില്ല കേട്ടോ. ഇത് 1 മുറിയുടെ കുറവ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 കപ്പിലും കുറവായിട്ടുള്ള ചോറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അതിന് ഞാൻ അരി കുതിർക്കാൻ വെച്ചിരുന്ന വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് ഈസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം എടുത്ത് വെച്ചിരുന്നതിൽ തന്നെ ബാക്കിയുള്ള വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് വെള്ളമാണ് മൊത്തം ചേർത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം മഷി പോലെ അരച്ചെടുക്കാം മിക്സിയിൽ. അപ്പോൾ നമ്മുടെ തേങ്ങയും കപ്പി കാച്ചിയതും ചോറും എല്ലാം കൂടെ ചേർത്ത് ഈസ്റ്റൊക്കെ കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മാവ് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൈ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മാവ് വേഗം പുളിച്ച് കിട്ടും. അപ്പം മാവ് നല്ലോണം കലക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെക്കാം. അപ്പം ഞാൻ രാത്രി മുഴുവനുമാണ് വെക്കുന്നത്. മാവ് പുളിക്കാൻ ഏറ്റവും നല്ലത് രാത്രി മുഴുവൻ വെക്കുന്നതാണ്. അപ്പോൾ രാവിലെ മാവ് നല്ലോണം പുളിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് 1 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലേശം മധുരം കൂടുതൽ വേണ്ടവർക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ലേശം ഉപ്പൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ടുണ്ട്. നല്ലോണം ഇളക്കി മിക്സാക്കി കഴിഞ്ഞിട്ട് അപ്പം ചുടുമ്പോൾ ഈ മാവ് ചുമ്മാ ഇളക്കണ്ട. മേളിൽ നിന്ന് കോരി ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പം ഇപ്പോൾ ഉള്ള പാത്രത്തിൽ ഇരിക്കുന്ന അപ്പമാവ് കുറച്ച് കട്ടിയുള്ളതാണ്. നമ്മൾ ദോശക്കല്ലിൽ ഒഴിച്ച് ചുടൂലേ, അതിൽ കണക്കായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ദോശക്കല്ലിൽ ഒഴിച്ചിട്ട് നമ്മളൊരു അപ്പം ചുട്ടെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി വെള്ളയപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി നമുക്ക് ഇതിനെ ദോശക്കല്ല് മാറ്റിയിട്ട് അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ. അത് മാവിൻ്റെ അളവ് നോക്കിയിട്ട് മതി, കുറച്ച് ലൂസായിട്ടിരിക്കണം. അപ്പോൾ അടുപ്പി വെച്ച് അപ്പച്ചട്ടി ചൂടായിട്ടുണ്ട്. ഒരു 1.25 കരണ്ടി മാവ് ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ചുറ്റിച്ച് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ അപ്പച്ചട്ടിയിലുള്ള അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം ബൈ.